അമേരിക്കയുടെ MQ-9 2 റീപ്പർ ഡ്രോണുകൾ ഇറാൻ വെടിവെച്ച് തകർത്തു. ഇപ്പോൾ യുദ്ധസമാന സാഹചര്യങ്ങൾ 2 മേഖലയിലും ഉണ്ട് എന്നതിനാൽ നിരീക്ഷണ പറക്കൽ നടക്കുകയായിരുന്നു MQ-9 റീപ്പർ ഡ്രോൺ എന്നാണ് പറയപ്പെട്ടത്. സ്ഥിരീകരണ റിപ്പോർട്ട് അമേരിക്കയുടെ ഭാഗത്ത് പുറത്തു വന്നിട്ടില്ലെങ്കിലും ഒരു ഡ്രോൺ കാണുന്നില്ല എന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ പോലും അമേരിക്കയോ ഇസ്രായേലോ അവർക്ക് നഷ്ടപ്പെട്ട ഡ്രോണോ അല്ലെങ്കിൽ മിസൈലോ സൈനികരെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന വിവരം ഒരു കാലത്തും പുറത്ത് പറയാറില്ല. യുദ്ധം കഴിഞ്ഞാലും അവർ പറയില്ല, വളരെ വളരെ കുറച്ച് മാത്രമാണ് പറയുക. അത് നിർബന്ധ ഘട്ടമൊക്കെ വരികയാണെങ്കിൽ ആ രാജ്യത്തിൻ്റെ അകത്ത് തന്നെ പ്രതിഷേധങ്ങളോ വിഷയങ്ങളോ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് മാത്രമാണ് പ്രതികരിക്കുക. ഇറാഖ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട സമയത്ത് ഏറ്റവും ഒടുവിൽ പ്രതിപക്ഷം വലിയ രീതിയിൽ പ്രശ്നം ഉണ്ടാക്കിയ സമയത്താണ് അന്നത്തെ പ്രസിഡന്റായിരിക്കുന്ന ജോർജ് ബുഷ് 5000 സൈനികർ നമുക്ക് നഷ്ടപ്പെട്ടു, അത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ദുഃഖമാണ് എന്ന് പറയുന്നത്. ഏറ്റവും ഒടുവിൽ 5000 സൈനികർ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എത്രത്തോളം സൈനികർ നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോഴത്തെ വിഷയം പുറത്തു വരുന്നത് ഇറാൻ്റെ ആകാശ മേഖലയിൽ ഒരു സംവിധാനത്തിനും സുരക്ഷിതമല്ല എന്നുള്ളതാണ്. അഥവാ ആ മേഖലയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് തന്നെ രഹസ്യങ്ങൾ ചോർന്നു പോകുന്നു എന്നോ അതല്ലെങ്കിൽ സാറ്റലൈറ്റ് ചിത്രങ്ങളോ മറ്റോ ഉപയോഗിച്ചുകൊണ്ട് ഇത് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടി ഇറാന് സാധിക്കുന്നുണ്ട് എന്നോ അമേരിക്ക സംശയിക്കുന്നു. തെക്കൻ ഇറാനിലെ വ്യോമപരിധിയിൽ പ്രവേശിച്ച അമേരിക്കയുടെ ഡ്രോണാണ് തകർന്നത് എന്ന് ചില മീഡിയകൾ റിപ്പോർട്ട് ചെയ്തു. അത് അമേരിക്കൻ മീഡിയയിൽ അങ്ങനെ പ്രാധാന്യ റിപ്പോർട്ടില്ല, യൂറോപ്യൻ മീഡിയയിൽ അങ്ങനെ കാണാൻ വേണ്ടി സാധിക്കും. അഥവാ തകർന്നിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നീട് ഇപ്പോൾ അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് അവർ സ്ഥിരീകരണ റിപ്പോർട്ട് പുറത്തു വരാൻ ഇനി ബാക്കിയുള്ളത്. ബുഷഹർ പ്രവിശ്യയിലെ കോർമേജ് മേഖലയ്ക്ക് മുകളിൽ വ്യോമ പ്രതിരോധ സംവിധാനം ഡ്രോണിലെ ലക്ഷ്യമിട്ടു വെടിവെച്ച് തകർക്കുകയായിരുന്നു എന്ന് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് IDF പ്രതികരിച്ചു. കൃത്യതയോടുകൂടിയും സൂക്ഷ്മ നിരീക്ഷണത്തോടു കൂടിയും തങ്ങൾ ലക്ഷ്യമാക്കുക തന്നെയാണ് ചെയ്തത്. അതിർത്തി കടന്നതോടുകൂടി തന്നെ ഞങ്ങൾക്കതിൻ്റെ ദൃശ്യങ്ങൾ വ്യക്തമായിട്ടുണ്ട്. പിന്നീട് തകർക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ് പിന്നീട് ആലോചിച്ചത് എന്നാണ് അവരുടെ വിവരങ്ങൾ. കൊർദാദ് ബാവർ 373 വ്യോമ പ്രതിരോധ മിസൈലാണ് തങ്ങൾ അതിനുവേണ്ടി ഉപയോഗിച്ചത് എന്നും IDF പറയുന്നു. ബഹ്റിനിൽ നിന്നുള്ള അമേരിക്കയുടെ സൈനിക ബേസിൽ നിന്നാണ് ഈ ഡ്രോൺ പറന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ ആ മേഖല ലക്ഷ്യമാക്കിയിട്ടുണ്ട് എന്ന് അതിന് തുടർച്ചയായിട്ട് രീതിയിൽ പറയുന്നു. ഇറാന്റെ ബുഷഹർ മേഖലയിലെ സൈനിക നീക്കങ്ങൾ, മിസൈൽ കേന്ദ്രങ്ങൾ, നാവികസേനയുടെ പ്രവർത്തനങ്ങൾ എന്നിവ നിരീക്ഷിക്കുകയായിരുന്നു ഇവരുടെ പ്രധാനമായിരിക്കുന്ന ലക്ഷ്യം. മേഖല ആക്രമിക്കാൻ വിവരങ്ങൾ ശേഖരിക്കുക, അതായത് രഹസ്യം ചോർത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും ഈ പറയപ്പെട്ട ഡ്രോണിനെ അവർ ഉപയോഗിച്ചിട്ടുണ്ട്. മുമ്പ് നടന്ന ആക്രമണങ്ങളുടെ നാശനഷ്ടങ്ങൾ വിലയിരുത്താൻ വേണ്ടിയിട്ട് ഡ്രോണിനെ പറപ്പിക്കലും സാധാരണമാണ്. കാരണം ഒരു മേഖലയിൽ യുദ്ധം നടത്തി ആക്രമണം നടത്തി അല്ലെ സ്ഫോടനം നടത്തിക്കൊണ്ട് തിരിച്ചു പോകുന്ന സമയത്ത് എത്രത്തോളം നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് അറിയണമെങ്കിൽ പിന്നീട് നിരീക്ഷണം നടത്തണം. ആ കാര്യത്തിൽ ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാൽ മൊസാദ് വേണ്ട രീതിയിൽ ഇറാനിൽ പ്രവർത്തിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. കാര്യം അവർ പുറത്തിറങ്ങുന്ന സമയത്ത് അവരെ കണ്ടെത്തി പോകുന്നുണ്ട്, അവരെ പിടിക്കുന്നവരെ കുറിച്ച് പിന്നെ അഡ്രസ്സ് ഉണ്ടാവുന്നുമില്ല. ഈ ഒരു സ്ഥിതിവിശേഷം നിലവിൽ ഇപ്പോൾ ഇറാനിൽ നടക്കുന്നു എന്നതിനാൽ അവരിപ്പോൾ ഈ ഒരു മാർഗമാണ് ഉപയോഗിച്ചത്. ഇപ്പോൾ 2ാം ലോക യുദ്ധത്തിൽ ഹിരോഷിമയിലും നാഗസാക്കിയിലും ഒക്കെ അമേരിക്ക ആണവ സ്ഫോടനം നടത്തിയ സമയത്ത് പിന്നീട് അവർ ചെയ്ത പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നാശനഷ്ടത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പിന്നെ മറ്റൊരു വിമാനത്തെ പറഞ്ഞയച്ചു. അങ്ങനെ താഴ്ന്നു പറഞ്ഞുകൊണ്ടാണ് നാശവും നഷ്ടവും അതിൻ്റെ ദുരിതവും ദുരന്തങ്ങളും അത്ര തന്നെ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. പിന്നീട് ആ പ്രവൃത്തി നടത്തിയ ആൾ ആത്മഹത്യ ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം നമുക്കറിയാവുന്നതാണ്. 35 മുതൽ 50 വരെ മില്യൺ ഡോളറാണ് ഒരു ഡ്രോണിൻ്റെ വില കണക്കാക്കുന്നത്. അങ്ങനത്തെ 2 എണ്ണമാണ് തകർന്നത്. ഇന്ത്യയുടെ കറൻസി പറയുന്ന സമയത്ത് 250 മുതൽ 400 കോടി രൂപ വരെ വരും ഒരു ഡ്രോണിന് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം എങ്ങനെയാണെന്നറിയോ? നിയന്ത്രിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഗ്രൗണ്ട് കൺട്രോൾ സ്റ്റേഷനാണ് ഇതിനെ കാര്യമായിട്ട് നിയന്ത്രിക്കുന്നത്. ആശയവിനിമയം സാറ്റലൈറ്റ് വഴിയാണ് അവർക്ക് കിട്ടുന്നത്. സാറ്റലൈറ്റ് വഴി ഈ ഡ്രോണ് അങ്ങോട്ട് പോയാൽ പിന്നെ അത് ഓടിക്കുന്നൊന്നും ഇല്ലല്ലോ, പൈലറ്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, എല്ലാം നിയന്ത്രണമാണ്. ആ നിയന്ത്രിക്കുന്ന റൂട്ട് കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഓട്ടോ പൈലറ്റ് സംവിധാനമുണ്ട്. അഥവാ നിശ്ചിത ദൂരവും ഉയരവും വേഗതയും എന്നിവ മുൻകൂട്ടി പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് ഓട്ടോ പൈലറ്റ് സംവിധാനം, അത് ഭൂമിയിലാണ് ഉണ്ടാവുക, നമ്മളാണ് നിയന്ത്രിക്കുന്നത്. അങ്ങനെ അത് ചെയ്യാൻ വേണ്ടി സാധിക്കും. ക്യാമറയും സെൻസറും ലേസർ ടാർഗറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട സംവിധാനങ്ങളെല്ലാം ഘടിപ്പിച്ചിരിക്കുന്ന നൂതനമായിരിക്കുന്ന നിർമ്മിതിയാണ് ഇപ്പോൾ വിട്ടിരിക്കുന്ന US MQ-9 എന്ന് പറയുന്ന റീപ്പർ ഡ്രോൺ എന്ന് പറയപ്പെടുന്നത്.
അത് ചില സമയത്ത് അതിൻ്റെ വിവരങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രവേശിക്കുന്ന ആ സമയത്ത് തന്നെ ഏകദേശം ഒരു 5, 6 അല്ലെ 10 കിലോമീറ്ററിലധികം മേഖലയിൽ ഇത് കൃത്യമായ രീതിയിൽ നിരീക്ഷണം നടത്താൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ ആകാശത്തിൽ ഭൂമിയിൽ നടക്കുന്ന സംഭവം കൃത്യമായ രീതിയിൽ തന്നെ ഒപ്പിയെടുത്തുകൊണ്ട് അപ്പം തന്നെ ലൈവായ രീതിയിൽ ഇത് ബന്ധപ്പെട്ടവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ഈ ഡ്രോൺ സിസ്റ്റത്തിന് സാധിക്കുന്ന കുറ്റമറ്റ രീതിയിലുള്ള നിർമ്മിതിയാണ്. ഇതാണ് തകർക്കപ്പെട്ടത്. സാധാരണഗതിയിൽ ഇത് ആകാശത്തിലൂടെ കയറിയാൽ കാണാൻ വേണ്ടി സാധിക്കില്ല. കാര്യം എന്ന് പറയുന്നത് അതിന് ഈ ശബ്ദം വളരെ കുറവാണ്. വളരെ സൂക്ഷ്മതമായി നിരീക്ഷിച്ചാൽ മാത്രമേ കാണാൻ വേണ്ടി സാധിക്കൂ. അവർ സാധാരണഗതിയിൽ ഇറാൻ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ സാറ്റലൈറ്റാണ് ഇതിന് സഹായമായിട്ട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ആ നിരീക്ഷണം എന്ന് പറഞ്ഞാൽ രാജ്യാതിർത്തിയുടെ ഏത് ഭാഗത്തേക്ക് ഇത്തരം ഒരു ഇറാൻ്റെ അനുമതി ഇല്ലാതെ പ്രവേശിക്കുന്ന എന്തൊരു സംവിധാനമാണെങ്കിലും വളരെ പെട്ടെന്ന് കണ്ടെത്താൻ സാധിക്കും. ആ കണ്ടെത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ നശിപ്പിക്കാൻ അല്ലെങ്കിൽ തകർക്കുന്നതുമായി ബന്ധപ്പെട്ട സിസ്റ്റങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് പ്രവർത്തിച്ച് തുടങ്ങും. അല്ലെങ്കിൽ ആ കൺട്രോൾ റൂമിന് നിർദ്ദേശം നൽകും, നമ്മുടെ രാജ്യാതിർത്തി കടന്നുകൊണ്ട് ഇന്ന ഒരു സംവിധാനം കയറിയിട്ടുണ്ട്, വളരെ പെട്ടെന്ന് അതിനെ നശിപ്പിക്കണം എന്നുള്ളത്. അങ്ങനെ വളഞ്ഞു തിരിഞ്ഞ് ആ 4 ഭാഗം കൂടിങ്ങായിട്ട് ആക്രമിക്കുന്ന രീതിയാണ് ഇറാൻ ചെയ്യാറുള്ളത്. അങ്ങനെയാണ് തകർക്കപ്പെട്ടത്. മാത്രമല്ല ഈ തകർച്ചയായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് അമേരിക്കയ്ക്ക് 2 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, അവർ നിർദ്ദേശം നൽകുന്നത് തന്നെ ഇങ്ങനെയാണ്, ഇത് ഏതെങ്കിലും തരത്തിൽ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ആ രാജ്യത്തോ ആ പ്രദേശത്തോ പിന്നെ ആക്രമിക്കാൻ പാടില്ല, വളരെ പെട്ടെന്ന് തിരിച്ചു പോരണം. ഏതെങ്കിലും ഒരു മിസൈൽ സംവിധാനമോ അല്ലെങ്കിൽ ഈ ഡ്രോണുകളോ ഇറാൻ്റെ മേഖലയിൽ തകർന്നു വീണാൽ വളരെ പെട്ടെന്ന് തന്നെ ആ തകർന്നു വീണ ഭാഗങ്ങൾ തിരിച്ചു കൊണ്ടുവരാനുള്ള സംവിധാനങ്ങൾ ചെയ്യണം. ഇത് വലിയ നിർദ്ദേശം അമേരിക്ക എല്ലാ കാലത്തും നൽകുന്നത്. അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ സാങ്കേതിക വിദ്യ ചോർന്നു പോകാൻ പാടില്ല. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാര്യമായിട്ട് ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ മറ്റ് ലോക രാജ്യങ്ങളുടെ സാങ്കേതിക സംവിധാനം ചോർത്തിയെടുത്തുകൊണ്ട് പുതിയ നിർമ്മിതികൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് മിസൈൽ നിർമ്മാണം എന്നൊക്കെ പറഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ശക്തമായിരിക്കുന്ന മിസൈലുടെ രാജ്യത്തിൻ്റെ പേരിൽ ഒന്ന് ഇറാൻ്റെ പേര് ഇപ്പോൾ ഉണ്ട്. അത് അവർ നിർമ്മിക്കുന്നതെന്ന് പറഞ്ഞാൽ പ്രാദേശികമായിട്ട് നിർമ്മിക്കുന്നതാണ്. അതല്ലാത്ത രീതിയിൽ വേറെ ഏതെങ്കിലും രാജ്യങ്ങളുടെ സഹായത്തോടു കൂടി നിർമ്മിക്കുന്നതല്ല. 100-200 കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈലൊക്കെ റഷ്യയുടെ കയ്യിൽ നിന്ന് വിലക്ക് വാങ്ങുന്നു, അത് പൊളിച്ചു മാറ്റുന്നു, എന്നിട്ട് അതിൻ്റെ സാങ്കേതിക സംവിധാനങ്ങൾ കണ്ടെത്തുന്നു, അത് എന്നിട്ട് കൂടുതൽ വിപുലമാക്കുന്ന രീതിയിൽ 100 കിലോമീറ്ററിൽ 500ലേക്ക് മാറ്റിയിട്ട് ഇതേ വസ്തു തന്നെ റഷ്യക്ക് വിൽപ്പന നടത്തുന്നു. അങ്ങനെ അവരുടെ വസ്തുവിൽ നിന്ന് തന്നെ അവർ തന്നെ ഇറാൻ തന്നെ ലാഭം ഉണ്ടാക്കുന്ന ഒരു സ്ഥിതിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ നിലവിലുള്ളത്. ഇപ്പോൾ അവരുടെ കൈവശത്തിൽ 5000 മുതൽ 10,000 കിലോമീറ്റർ ദൂരപരിധിയിൽ മിസൈൽ ഉണ്ടെന്ന് പറഞ്ഞ് ചില റിപ്പോർട്ടിനകത്ത് 15,000 വരെ എന്നൊക്കെ പറയുന്നുണ്ട്. അഥവാ ഇറാനിൽ നിന്ന് വേണമെങ്കിൽ അമേരിക്ക ആക്രമിക്കാൻ സാധിക്കുന്ന തരത്തിൽ 9500 കിലോമീറ്ററാണ് ഇറാൻ്റെ തെഹ്റാനിൽ നിന്ന് അമേരിക്കയുടെ അതിർത്തി കേന്ദ്രീകരിച്ചുള്ള ഭാഗത്തിൻ്റെ ദൂരപരിധി കണക്കാക്കുന്നത്. അത്തരം മിസൈലുകൾ ഉണ്ട് എന്നുള്ളതാണ്. അറ്റ കൈക്ക് ഒരു പക്ഷേ അമേരിക്കയെ ആക്രമിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഇതിന് മുൻപ് തന്നെ വിലയിരുത്തിയിരുന്നു, സ്ഥിരീകരിക്കപ്പെട്ടതല്ലെങ്കിൽ പോലും. അപ്പോൾ ഈ കാര്യത്തിലൊക്കെ വലിയ രീതിയിലുള്ള ഭയമുണ്ട്. ഇപ്പോഴത്തെ സ്ഥിതി കാര്യങ്ങൾ എന്ന് പറയുന്നത് സാങ്കേതിക സംവിധാനം വലിയ രീതിയിൽ അഭിവൃദ്ധി പ്രാപിച്ചിരിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ പേരാണ് ഇറാൻ മാറിയിരിക്കുന്നു. പ്രതിരോധ സംവിധാനം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ കൈവശത്തിലുള്ള അയൺ ഡോം സംവിധാനമാണെങ്കിലും അമേരിക്കയുടെ കൈവശത്തിൽ ആരോത്തരി സംവിധാനമാണെങ്കിലും അതിൻ്റെ സാങ്കേതിക വിദ്യ ചോർന്നു പോയിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അമേരിക്കക്കും അത് പ്രശ്നമായിട്ട് ബാധിക്കുന്നത് അതാണ്. സാങ്കേതിക വിദ്യ ചോർന്നു പോയാൽ പിന്നീട് സമാനമായ രീതിയിലുള്ള പ്രവൃത്തി ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുമെന്ന് മാത്രമല്ല, ശത്രുപക്ഷത്തിൽ നിന്ന് വരുന്ന വലിയ രീതിയിലുള്ള മിസൈലിനെ പ്രതിരോധിക്കാൻ സാധിക്കാത്ത വിധം അവർ അതിനേക്കാൾ അപ്പുറമുള്ള എത്രത്തോളം ശക്തിയാണ് പ്രതിരോധിക്കാൻ പറ്റുക, പ്രതിരോധ ശക്തിയെ കവച്ചു വെട്ടുന്ന രീതിയിലുള്ള നിർമ്മിതികൾ ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ടേക്കും. അതാണ് വളരെ കൃത്യതയോടുകൂടി ഇസ്രായേലിനെ നിരന്തരം ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഇറാൻ സാധിച്ചത്. അവരെല്ലാ എൻഡോം സംവിധാനം തകർത്തെറിഞ്ഞുകൊണ്ടാണ് ഇറാൻ്റെ ആക്രമണം. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം MQ-9 റീപ്പർ ഡ്രോണിൻ്റെ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അത് തകർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ നിരാശയിലാണ്, വലിയ പ്രയാസത്തിലാണ്. അവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് സാങ്കേതിക സംവിധാനങ്ങൾ ഇറാൻ ചോർത്തിയെടുക്കുമോ എന്നുള്ള പേടിയാണ് നിലവിൽ ഇപ്പോൾ നിലനിൽക്കുന്നത് എന്ന് ചുരുക്കം.